ശമൂവേലിന്റെ 2 പുസ്തകം, 1-2 പുസ്തകം. ഇനി ശ്രദ്ധിച്ചേ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദ്യം ചോദിക്കും. എന്റെ രീതികൾ അങ്ങനെ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുകയല്ല. സാറിന് ഇഷ്ടപ്പെടും, കാരണം ആ നിലയിൽ ഔദ്യോഗിക രംഗത്ത് ഇരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് അറിയാം. അത് ചോദ്യം ചോദിക്കുന്നത് എന്തിനാന്ന് സാറിന് അറിയാമല്ലോ. അങ്ങ് പറഞ്ഞു പോകുന്നതിൽ നല്ലത് ഇടയ്ക്ക് ചോദിക്കുന്നത്, പറയുന്നതെല്ലാം ഗ്രഹിക്കുന്നുണ്ടോ? ഷണ്ണനോട് പീലിപ്പോസ് ചോദിച്ചു, ഇങ്ങനെ വായിച്ചു വിടാതെ ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞ പോലെ ഇടയ്ക്ക് ചോദ്യമൊക്കെ ചോദിക്കും. അത് ആരോടാന്ന് ശ്രദ്ധിച്ചിരുന്നോണം. എനിക്കറിയാം ആരോടാ ചോദിക്കേണ്ടതെന്ന്. അപ്പോൾ ശമൂവേലിന്റെ 1-ാം പുസ്തകം എത്ര അധ്യായം നോക്കാതെ പറ. നോക്കരുത്, നോക്കുന്ന ഞാൻ കണ്ടു പാട്ടുകാരി. എത്ര അധ്യായമുണ്ട്? ആദ്യത്തെ പുസ്തകം 31 അധ്യായങ്ങൾ, രണ്ടാമത്തെ പുസ്തകം 24 അധ്യായങ്ങൾ. ഞങ്ങളുടെ ഖബ്രോ സഭയിൽ നിന്നും ചില പ്രിയപ്പെട്ടവർ വന്നിട്ടുണ്ട്. അപ്പോൾ 1-ാമത്തെ പുസ്തകം 31 അധ്യായം, രണ്ടാമത്തെ പുസ്തകം 24 അധ്യായങ്ങളാണ്. ഇപ്പൊ നിങ്ങളില് ചിലരിപ്പൊ ചിന്തിക്കും, ഉണർവ് യോഗം എന്നാ പറഞ്ഞത്, ഇപ്പം ബൈബിൾ ക്ലാസ് പോലെ ആണല്ലോ പോകുന്നത് എന്ന് ഒരു ചിന്ത ചിലർക്ക് വരാതില്ല. നോക്കട്ടെ. അപ്പോൾ 1-ാമത്തെ പുസ്തകം പ്രധാനമായിട്ട് 2 പേരെയാ അതിനകത്ത് പ്രതിപാദിക്കുന്നത്. 1 ശമൂവേല്, 2 ഇസ്രായേലിലെ ആദ്യത്തെ രാജാവ് ശൗല്. എന്ന് പറഞ്ഞാൽ ശമൂവേലിന്റെ ജനനവും ശൗലിന്റെ മരണം, ഇങ്ങനെ ഈ പുസ്തകം തീരുക. ഏതാണ്ട് കണക്ക് സാധാരണ എടുത്താൽ 110 വർഷം. 110 വർഷം. ശമൂവേലിന്റെ ജനനം, ഒടുവിൽ ശൗലിന്റെ മരണം. ആദ്യത്തെ രാജാവ ശൗലിന്റെ മരണം. ആ ഭാഗത്തേക്കൊക്കെ പിന്നെ വരുന്നുണ്ട്, നമുക്ക് ചിന്തിക്കാം. അപ്പൊ ശൗല് മരിച്ചു. 2-ാമത്തെ പുസ്തകം 24 അധ്യായമായി ശമൂവേലിന്റെ 2-ാം പുസ്തകം. നമ്മൾ 2-ാം പുസ്തകത്തിൽ നിന്ന് പൂർവാക്യം വായിച്ചേ. 2-ാമത്തെ പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം ദാവീദിന്റെ ഭരണമാണ്. ഏതാണ്ട് 40 വർഷത്തെ ചരിത്രമാണ് 2-ാം പുസ്തകത്തിൽ. 40 വർഷം. ദാവീദ് എത്ര വർഷമാ ഭരിച്ചത്? എങ്ങനെയൊക്കെ? ഉറക്കെ പറ. ശരിയാ. അപ്പൊ ഒത്തിരി സ്ഥലത്ത് പുള്ളി ഭരിച്ചതായിട്ടുണ്ടല്ലോ. ഏഴ് വർഷം. അപ്പോ ഹെബ്രോനിലും യെറൂശലേമിലുമായിട്ട് 40 വർഷം. അതിലെ 7-ഉം 33-ഉം, അങ്ങനെ 33 7-ഉം പറഞ്ഞു 40. എനിക്ക് കണക്കുകളൊക്കെ പെട്ടെന്ന് കൂട്ടാൻ അല്പം ബുദ്ധിമുട്ടാണ്, നിങ്ങൾ കൂട്ടി പെട്ടെന്ന് പറയണം. അപ്പൊ അങ്ങനെ 40 വർഷം ദാവീദ് ഭരിച്ചു. ഈ കാര്യമാണ് ശമൂവേലിന്റെ 2-ാം പുസ്തകത്തിലെ പ്രധാന വിഷയം. 1-ാം പുസ്തകത്തിൽ ശമൂവേലിന്റെ ജനനം മുതൽ ആദ്യ രാജാവാകുന്ന ശൗലിന്റെ മരണം വരെ ഏതാണ്ട് 115 വർഷം. 2-ാം പുസ്തകത്തിൽ ദാവീദിന്റെ ഭരണമാണ്. എല്ലാം കൂടെ ഒരു 40 വർഷത്തെ ചരിത്രം. ഈ 2-ാം പുസ്തകം എല്ലാം ഞാൻ വിവരിക്കുന്നില്ല. പുസ്തകത്തെ പറ്റി ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുന്നതല്ലയോ നല്ലത്. പണ്ട് ഞങ്ങള് ലഘുലേഖ കൊടുക്കാൻ പോയപ്പോ ഒരപ്പച്ചനെ കൊണ്ട് കൊടുത്തു. അപ്പച്ചൻ ചോദിച്ചു, എന്തുവാ മോനെ ലഘുലേഖ? എന്തുവാ എഴുതിയേക്കുന്നത്? അയ്യോ അപ്പച്ച, ഞങ്ങൾ വായിച്ചില്ല. നീയൊക്കെ വായിക്കാത്തതാണോടാ നാട്ടുകാരെ വായിപ്പിക്കാൻ?
പോയി വായിച്ചു പാടാന്ന് പറഞ്ഞു. നാരങ്ങാവെള്ളം എടുക്കുന്ന കണ്ടതാ, കുടിക്കാനൊത്തില്ല. അല്ല, അതിന്റെ അബദ്ധം കണ്ടോ നമ്മൾ വായിക്കാത്തത് മറ്റുള്ളവരെ? അപ്പൊ ആദ്യം നമ്മളിത് വായിക്കണ്ടേ? അപ്പൊ ഇതിനകത്ത് എന്തുവാ സംഭവം എന്ന് നമ്മളൊന്നും അറിയണ്ടായോ? അപ്പൊ അതുകൊണ്ട് ഒരു മുഖവര പറയുന്നതേ ഉള്ളൂ. അപ്പൊ 24 അധ്യായമായ രണ്ടാമത്തെ പുസ്തകത്തിൽ, ഈ പുസ്തകത്തില് ഇത് 2 ഭാഗമായിട്ടാണ് സാധാരണ പഠിപ്പിക്കുന്നത്. 1 മുതൽ 12 വരെ ദാവീദ് ജയിച്ചടക്കിയതും ദാവീദിന്റെ വിജയങ്ങളാണ്. എന്നാൽ 13 മുതൽ 24 വരെ നമ്മൾ ശാന്തമായിട്ട് പഠിച്ചാൽ പരാജയവും വീഴ്ചകളും അനുതാപവും മടങ്ങിവരുമൊക്കെ ആ അധ്യായങ്ങളിൽ കാണാം. ഏത് മനുഷ്യന്റെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കാം. ഈ ശമൂവേലിന്റെ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത, രാജാവിനെ വാഴിച്ച് ആ രാജാവ് ഭരിക്കുമ്പോൾ ആടും ഇടയനും എന്നുള്ള നിലയിലാ ദൈവം ഇത് കണക്കാക്കുന്നത്. അതിന് വേറെ പുസ്തകത്തിൽ ആദ്യമായിട്ട് രാജാക്കന്മാരുടെ ഭരണത്തോടുള്ള ബന്ധത്തിൽ ഒരു പദം കൊടുത്തിട്ടുണ്ട്. ശമൂവേലിന്റെ പുസ്തകത്തില മേയിക്കുക എന്ന, ഭരിക്കുക എന്നല്ല, മേയിക്കുക. അങ്ങനെ 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യമാണെന്ന് തോന്നുന്നു. ഒന്ന് വായിച്ചേ. ആ ആ ആ മതി. നീ എന്റെ ജനമാകുന്ന ഇസ്രായേലിനെ മേയിക്കുക. അപ്പൊ രാജാവിനോട് ഭരിക്കണമെന്നല്ല പറഞ്ഞേക്കുന്നത്, മേയിക്ക. ആടും ഇടയനും. ആട്ടിൻകൂട്ടത്തെ പോലെ യോസേഫിനെ നടത്തുന്നവനായി ഇസ്രായേലിന്റെ ഇടയൻ. അപ്പൊ മേയിക്കുക എന്നുള്ള പദം ഈ ശമൂവേലിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അത് രാജാക്കന്മാരോട് ബന്ധപ്പെട്ട്. മാത്രമല്ല ഈ പുസ്തകത്തിൽ വേറൊരു വിശേഷത, ആ ഭാഗത്ത് ഞാൻ പിന്നെ വരുന്നെങ്കിലും ഒന്ന് സൂചന തരിക. ഈ നമുക്കും പ്രവാചകന്മാർക്കും ഒക്കെ തെറ്റ് പറ്റും. പക്ഷെ നമ്മളത് സമ്മതിക്കുകയല്ല. നമുക്ക് തെറ്റ് പറ്റും. അപ്പൊ ഈ പ്രവാചകന്മാർ പറയുന്നതെല്ലാം അങ്ങ് എടുക്കരുത്. സന്ദർഭം നോക്കി, സാഹചര്യം നോക്കി, ഡ്രസ് നോക്കി, വീട് നോക്കി, വണ്ടി നോക്കി, ജോലി നോക്കി ഒക്കെ. മനസ്സിലായല്ലോ? യോ അപ്പൊ അതൊന്നും കണ്ട് നിങ്ങൾ പെട്ടുപോകരുത്. വളരെ സൂക്ഷിച്ചു വേണം, വിവേചിക്കണം. ആ പാഠം ഈ ശൗമേന്റെ പുസ്തകത്തിൽ തരുന്നുണ്ട്. പിണങ്ങാതിരിക്കാൻ ഒരു കാര്യം പറയാം, പിണങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. വലിയ വലിയ പ്രവാചകന്മാരൊക്കെ ആദ്യം ആൾക്കാരെയൊക്കെ ഒന്ന് നോക്കും. വരുന്ന വണ്ടി, ഇട്ടിരിക്കുന്ന ഡ്രസ്സ്, പിന്നെ ചിലപ്പം ജോലിയും ബിസിനസ് ഒക്കെ ആണോ എന്നൊക്കെ ഒന്ന്, എല്ലാരും അല്ലെങ്കിലും ഒക്കെ അതനുസരിച്ച് ദൂതും വരുന്നത്. കണ്ടിട്ടുമുണ്ട്, കേട്ടിട്ടുമുണ്ട്. ചില അങ്ങനെ പറയൂലോ, മകനെ ചില പ്രൊജക്റ്റുകൾ. അപ്പൊ അറിയാം പുള്ളി ഒത്തിരി പ്രൊജക്റ്റുമായിട്ടാ ഇപ്പൊ യോഗത്തിന് വന്ന് ഇരിക്കുന്നത്. റബ്ബർ വെട്ടുന്നവന്റെ തലയൊക്കെ വെച്ച് എന്തോ പ്രൊജക്റ്റ് പറയാനാ. കൂടി വന്നാൽ പുതിയൊരു കത്തി മേടിക്കും, 10 റബ്ബറും കൂടെ. അപ്പൊ തരം നോക്കി, ആള് നോക്കി, ഡ്രസ്സ് നോക്കി, ജോലി നോക്കി, മുഖം നോക്കി, വണ്ടി നോക്കി, പണം നോക്കി, വീട് നോക്കി ഒക്കെ പറയും. അതിന് ഒരു വലിയ ദൃഷ്ടാന്തം ഈ പുസ്തകത്തിലുണ്ട്. നിങ്ങളാണ്ട് 7-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നീ ചെന്ന് നിന്റെ മനസ്സിലുള്ളതൊക്കെയും ഇങ്ങോട്ട് നോക്കിക്കേ. പ്രവാചകൻ പറയുക ആരോട്? ആരോടാ പറഞ്ഞേ? രാജാവിനോട്, ദാവീദ് രാജാവിനോട്. നാഥാൻ രാജാവോ? നാഥാൻ രാജാവിന്. അങ്ങനെ തെളിച്ച് ക്ലിയർ ആയിട്ട് പറ.
അപ്പോൾ പ്രവാചകനാകുന്ന നാഥാൻ രാജാവാകുന്ന ദാവീദിനോട് പറയുക, നീ ചെന്ന് നിന്റെ മനസ്സിലുള്ളതൊക്കെയും ഇങ്ങോട്ട് നോക്കിക്കേ. പ്രവാചകനായി പറഞ്ഞു കൊടുക്കുന്നേ, നീ ചെന്ന് നിന്റെ മനസ്സിലുള്ളതൊക്കെ. അപ്പൊ അതാ മേളത്തെ വാക്യം വായിച്ചെങ്കിൽ എന്തുവാ മനസ്സിലുള്ളത്? വായിച്ച 1 മുതല്. യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി രാജാവിന്, മഹാരാജാവാകുന്ന ദാവീദിന് സ്വസ്ഥത നൽകിയ ശേഷം രാജാവ് തന്റെ അരമനയിൽ വസിക്കും കാലത്ത് ഒരിക്കൽ രാജാവ് നാഥാൻ പ്രവാചകനോട്, ഇതാ ഞാൻ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ ദൈവത്തിന്റെ പെട്ടകമോ തിരശ്ശീലയ്ക്ക് അകത്ത് എങ്ങനുണ്ട്? അത് വായിച്ചാൽ ഇതാ ദാവീദ് രാജാവ് പറയുക, ഞാന് അരമനക്കകത്ത്, ദേവദാരു കൊണ്ടുള്ള അരമനക്കകത്ത് പാർക്കുന്നു, ദൈവത്തിന്റെ പെട്ടകം തിരശ്ശീലയ്ക്കകത്ത് ഇരിക്കുന്നു. അപ്പൊ പ്രവാചകനോട് പറയുക, എനിക്ക് ഒരാലയം പണിയണം. അന്നേരം പ്രവാചകൻ പറയാ, നിന്റെ മനസ്സിരിക്കുന്നത് പോലെ പോയി. ഇവരുടെ 2 പേരുടെ മനസ്സിലുള്ളത് ദൈവത്തിന് ഇഷ്ടമല്ലായിരുന്നു. പ്രവാചകന്റെ മനസ്സിലുള്ളതും രാജാവിന്റെ മനസ്സിലുള്ളതും രണ്ടും ദൈവഹിതമല്ല. അല്ലെന്നുള്ളത് അടുത്ത വാക്യം താഴോട്ട് വായിച്ചേ. എന്നാൽ പിടുത്തം കൂടി ദൈവം. എന്നാൽ അന്ന് രാത്രി പുള്ളി ദാവീദിനോട്, രാജാവിനോട് പ്രവചനമൊക്കെ പറഞ്ഞു. കുഴപ്പമില്ല മഹാരാജാവേ, നാളെ തന്നെ പണി ആരംഭിച്ചു. പ്രാർത്ഥനയിൽ ഞാനും പിന്നിൽ. ഇങ്ങനത്തെ പ്രവചനം കേൾക്കുമ്പം രാജാവിനും സന്തോഷം. സന്തോഷം. നമ്മൾ ചെയ്യുന്നതെല്ലാം നല്ലതാന്ന് പറയുന്നത് നമുക്ക് സന്തോഷമല്ലേ? യോ, എല്ലാവർക്കും അങ്ങനെ. അത് അന്യഭാഷ പറഞ്ഞാ പറയുന്നെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റ് ആകും. അല്ലാതെ അന്യഭാഷ പറയാന്ന് പറഞ്ഞാൽ. പണ്ട് ഞങ്ങളുടെ ഒരു വേവിച്ചാനുണ്ടെന്ന്, വേവിച്ചാൻ പറയായിരുന്നു പണ്ട് വർഷങ്ങൾക്ക് മുമ്പ്, അനീഷ് കുമാറെ, ഇവിടെ ആര് വന്ന് പ്രാർത്ഥിച്ചാലും ഞാൻ 50 രൂപയെ കൊടുക്കുകയുള്ളൂ. അത് അന്യഭാഷ പറഞ്ഞു പ്രാർത്ഥിച്ചാലും. അന്യഭാഷ വേവിച്ചാൻ ഇപ്പോഴും ഉണ്ട്. നാളെ ഞാൻ പോയി കണ്ടു. അതൊരു രസകല്ല. ഇവിടെ ആര് വന്ന് പ്രാർത്ഥിച്ചാലും ഞാൻ 50 രൂപയെ കൊടുക്കുകയുള്ളൂ. അത് അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിച്ചാലും, ശാസിച്ച് പ്രാർത്ഥിച്ചാലും, ശാന്തമായി പ്രാർത്ഥിച്ചാലും പക്ഷെ അനീഷ് കുമാറിന് ഞാൻ ഇന്ന് 150 തരുമെന്ന്. അതാ അപ്പൊ ഈ പ്രവചനം പറയുമ്പം അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ എഫക്റ്റാ. ദാവീദിന്റെ ഹൃദയത്തിലെ ആഗ്രഹം, എനിക്ക് ദൈവത്തിന് ഒരു ആലയം പണിയണം, ഞാൻ ദേവദാരു കൊണ്ടുള്ള അരമനയ്ക്കകത്ത് പാർക്കുന്നു, ദൈവത്തിന്റെ പെട്ടകമോ തിരശ്ശീലയ്ക്കകത്ത് ഇരിക്കുന്നു. ഇത് 4-ാം പ്രവാചകനോട് പറഞ്ഞു. എന്റെ അഭിപ്രായം. അന്നേരം പ്രവാചകൻ പറഞ്ഞു, നിന്റെ മനസ്സിലുള്ളത് പോലെ. എന്തൊരു സന്തോഷം. പക്ഷെ അന്ന് രാത്രി ദൈവം നാഥാനെ പിടികൂടി. ഒന്നുകൂടെ വായിച്ച. അന്ന് രാത്രി യഹോവയുടെ അരുളപ്പാട്. അപ്പൊ ദാവീദ് പറഞ്ഞത് യഹോവയുടെ അരുളപ്പാടല്ല, നാഥാൻ പറഞ്ഞതും യഹോവയുടെ അരുളപ്പാടല്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ പ്രവാചകനാന്നേലും, രാജാവാന്നേലും, സെൻട്രൽ പാസ്റ്റ് ആന്നേലും, ലോക്കൽ പാസ്റ്റ് ആന്നേലും, കൗൺസിൽ മെമ്പർ ആന്നേലും, ഓവർസിയർ ആന്നേലും, സൂപ്രണ്ട് ആന്നേലും എല്ലാം ഒന്നും പറയുന്ന ദൈവഹിതമല്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല? നമ്മൾ ഓർക്കുന്ന ഓവർസിയർ പറയുന്നതെല്ലാം, സൂപ്രണ്ട് പറയുന്നതെല്ലാം, IPCയുടെ പ്രസിഡന്റ് പറയുന്നതെല്ലാം, കൗൺസിൽ മെമ്പർമാര് കൗൺസിൽ കൂടി പറയുന്നതല്ല. അന്ന് രാത്രി ദൈവം ഇടപെട്ടു. ദൈവം അന്ന് രാത്രി ഇടപെട്ടു. ദൈവം നാഥാനോട് പറഞ്ഞത് ഓടിച്ചു വായിച്ചു. നിങ്ങൾ രണ്ടുകൂടെ പകല് പണ്ട് ഒരു പേപ്പറിൽ ഒരു
ഒരു ഒരു ന്യൂസ് വന്ന്, നിങ്ങൾ വായിച്ചോന്ന് അറിയത്തില്ല, ആരുടെ കാര്യമായി എന്താണെന്നൊന്നും ഞാൻ പറയത്തില്ല, പേര് പറയത്തില്ല. പേപ്പറിൽ ഇങ്ങനെ അളിയനും കൂടെ അളിച്ചു വാരിയെന്ന് പേപ്പറിൽ കണ്ടൊരു ഹെഡിങ്. ആ സാർ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നത്, മനസ്സിരുത്തിയാലൊന്നും ഓർക്കും, കുറച്ച് പഴയ ആൾക്കാർക്ക് അറിയാം. അളിയനും കൂടെ അളിച്ചു വാരി എന്ന് പറഞ്ഞത് പോലെ ഞാൻ അങ്ങിടുക, അളിയനും കൂടെ ദൂതുമൊക്കെ പറഞ്ഞ് ബലപ്പെട്ടു. പക്ഷെ അന്ന് രാത്രി ദൈവം ഇടപെട്ടു. അന്ന് രാത്രി ദൈവം നാഥാനോട് ഇടപെട്ടു. നീ ചെന്ന് അപ്പം പകല് നമ്മൾ രണ്ടും പറഞ്ഞത് ദൈവത്തിന്റെ ഹിതമൊന്നും, നിന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു, എന്റെ അഭിപ്രായം ഞാനും പറഞ്ഞു. അങ്ങനെ നമ്മൾ പിരിഞ്ഞത്. പക്ഷെ ദാവീദ്, ഇന്നലെ രാത്രി ദൈവം എന്നോട് ഇടപെട്ടു. ദൈവം എന്നോട് ഇന്നലെ രാത്രി ഇടപെട്ടു. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, നീ ദൈവത്തിന്റെ ആലോചനാ സഭയിൽ നിൽക്കണം. നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലെത്തിക്കും. എന്റെ വലങ്കയ്ക്ക് നീ എന്നെ പിടിക്കുമെന്ന ദൈവത്തിന്റെ ആലോചനയ്ക്കും ദൈവത്തിന്റെ ഹിതത്തിനും വേണം ഓരോ ചുവട് വെക്കുവാൻ. എന്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെ, അതുകൊണ്ട് എന്റെ കാൽ വഴുതിയില്ല. ആമേൻ, സ്തോത്രം. ദൈവത്തിന്റെ വചനപ്രകാരം, ദൈവാലോചന പ്രകാരം ചുവട് വെച്ചാൽ നിന്റെ കാല് വഴുതുവാൻ ദൈവം സമ്മതിക്കത്തില്ല. നീ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നീ പതറിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നേർനിലത്തൂടെ നിന്നെ നടത്തും. അവർ പാർപ്പാൻ തക്ക പട്ടണത്തിലെത്തേണ്ടതിന് അവനവരെ ചൊവ്വയുള്ള വഴി നടത്തി. ദൈവത്തിന്റെ വഴി തികവുള്ള വഴി. ഓ, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നേരുനിര പാമ്പഴിയോ നീണ്ട നാട് യോ ഗുരുദോ നേരുനിര പാമ്പഴിയോ നീണ്ട നാട് യോ ഗുരുദോ പാരം ഓടും നാനോ പരിധിയിലോ ഭാഗ്യങ്ങളോ നിന്റെ ഓ നിത്യം നാട തീടണ ഓ നിന്റെ ഗീതം ചേർന്ന് പാട്. അഗ്നിമേഘ ൂണുകള അടിയാനെ നടത്തി അടിയാനെ എന്നും നടത്തി ഓ അനുരീലം ഇരുന്നോ അപ്പനെ കാക്ഷിക്കും ഓ നിന്റെ ഓ നിന്റെ ഗീതം പോലെ ഓ നിത്യം ഓ നിന്റെ ഗീതം പോലെ നിത്യം നാട് കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്. പ്രിയരെ, മനുഷ്യക്ക് ആലോചനയല്ല, ദൈവത്തിന്റെ ആലോചന പോലെ പോണം. ദാവീദിന്റെ ഹൃദയത്തിൽ തോന്നിച്ചത് തന്റെ സ്വന്തം മനസ്സിൽ നിന്നുള്ളതാണ്. നാഥാൻ സപ്പോർട്ട് പറഞ്ഞത് രാജാവല്ലേ. പുള്ളി ആലയം പണിയണമെന്ന് ചിന്തിക്കുമ്പം ഞാൻ അതിനെതിരെങ്ങനെ, അതാണ് നാഥാൻ പറഞ്ഞ നിന്റെ മനസ്സിലുള്ളത് പോലെ. ഇത് രണ്ടും ദൈവഹിതമല്ല. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ചിന്തിക്കുന്നതെല്ലാം ഒന്നും ദൈവഹിതമല്ല. പ്രവാചകന്മാര് പ്രവചനം പറയുന്നത് എല്ലാം ഒന്നും, അതൊക്കെ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചു വേണം ഓരോ ചുവടും വെക്കാൻ. അപ്പൊ ഈ പുസ്തകത്തിന് ഒത്തിരി വിശേഷതയുള്ളതിന് രണ്ട് കാര്യം പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ആ ഭാഗം വിട്ടേക്കാം, വിഷയമതല്ലല്ലോ. വളരെ നല്ല പുസ്തകമാണ്. ഈ ശമൂവേലിന്റെ 2-ാം പുസ്തകം 2 ഭാഗമായിട്ടാണ്. 1 മുതൽ 12 വരെയും 13 മുതൽ 24 വരെയും. 1 മുതൽ 12 വരെ ദാവീദ് ജയിച്ചടക്കിയതും വിജയമെടുത്തതും തന്റെ ഭരണത്തിന്റെ വിശേഷതകളാ 1 മുതൽ 12 വരെ കാണുന്നത്.
13 മുതലുള്ള വാക്യങ്ങൾ, അധ്യായങ്ങൾ പഠിക്കുമ്പോൾ ജീവിതത്തിന്റെ പാളിച്ചകൾ, പോരായ്മകൾ, മോക്ഷത്വങ്ങൾ, അപാകതകൾ, എന്നാൽ അതെല്ലാം ഏറ്റുപറഞ്ഞ് അനുദപിച്ച് മടങ്ങി വന്ന് ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെടുന്നതായിട്ടും തിരുവചനത്തിൽ കാണുന്നുണ്ട്. എന്തിനാ ഇത് സൂചിപ്പിച്ചെന്ന് പറഞ്ഞാൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ വിഷയങ്ങൾ വരുമ്പോൾ ആമേൻ ഈ വിധത്തിൽ ദൈവസന്നിധിയിൽ അനുദപിച്ച് മടങ്ങി വന്നോ. നമ്മള് 9-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യമാണല്ലോ കുറുവാക്യമായിട്ട് വായിച്ചത്. ഈ പുസ്തകം എഴുതിയത് ശൗമേല. ചില വാക്യങ്ങൾ ഗാദും നാദാനും എഴുതിയതെന്ന വേറെ പഠിതാക്കൾ പറഞ്ഞു. കാരണം ശൗമേൽ മരിച്ചു കഴിഞ്ഞുള്ള ചില സംഭവങ്ങൾ നാദാനും ഗാദും കൂടെ എഴുതി ചേർത്തുന്ന വൃത്താന്ത പുസ്തകത്തില്. എന്നാൽ ഇതില് സിംഹഭാഗം എഴുതിയത് ശമൂവേല. ഒരു വാക്യം ഒന്ന് തെളിവിന് വായിച്ചു. ഒത്തിരി വാക്യമുണ്ട്. 10:25 വായിച്ചേ. ശമൂവേലിന്റെ 2-ാം പുസ്തകം 10:25 തോന്നുന്നു. ഒന്ന് വായിച്ചേ. അവിടെ ഒരു വാക്യമുണ്ട്. ന്യായപ്രമാണം വായിച്ച് കേൾപ്പിച്ചിട്ട് ഒന്നാം പുസ്തകത്തിന്റെ 10:25. ഞാൻ എത്രയാ പറഞ്ഞ? 2ആണോ? സോറി, 1-ാം പുസ്തകം 10:25. അതിന് ശേഷം ശമൂവേല് രാജധർമ്മം ജനത്തെ പറഞ്ഞു കേൾപ്പിച്ചു. അടുത്തത് അല്ലല്ല, ഒരു ചെറിയ പദം വിട്ടിട്ടുണ്ട് അമ്മാമ്മ. അവിടെ എഴുതിയെന്നുള്ളതല്ലേ വിഷയം. അതൊരു പുസ്തകത്തിൽ അപ്പൊ ശമൂവേൽ എഴുതി. അപ്പം ആ വാക്യം കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ ഇത് ശമൂവേൽ എഴുതിയതാണ്. ഇവിടെ എഴുതിയത് രാജധർമ്മമാണ്. ഇസ്രായേലിൽ ഒരുവൻ രാജാവായാൽ ആ രാജാവ് അനുഷ്ഠിക്കേണ്ട ധർമ്മങ്ങളുണ്ട്. MLA MP ഒക്കെ ആയി കഴിയുമ്പോൾ ഉണ്ടല്ലോ പ്രതിജ്ഞാവാചകം. അതിനനുസരിച്ച സമൂഹത്തോടും ജനത്തോടുമൊക്കെ ഇടപെടേണ്ടതും പ്രവർത്തിക്കേണ്ടതും വർത്തിക്കേണ്ടതും. പക്ഷെ എല്ലാവരും അങ്ങനെയാണോ എന്നുള്ളത് ചിന്തിക്കണം. എന്നാൽ എനിക്ക് ഈ ചെങ്ങന്നൂര് ഒരു കാര്യത്തിൽ സന്തോഷം. റോഡുകളെല്ലാം വളരെ നന്നാക്കിയിട്ടുണ്ട്. സജി ചെറിയാൻ അവർകള് ഇല്ലയോ സാറ്? ഒട്ടുമിക്ക റോഡുകൾ പലപ്പോഴും പല സ്ഥലങ്ങളിൽ കൂടെ യാത്ര ചെയ്യുന്നത് നല്ല റോഡുകളാണ്. പിന്നെ ഇന്നാളൊരാൾ പറഞ്ഞു വെള്ളം പൊങ്ങിയെന്ന്. വെള്ളം പൊങ്ങിയ പുള്ളിയുടെ കണത്തിൽ നിന്നല്ലല്ലോ. ഒരാള് പറഞ്ഞു വെള്ളം പൊങ്ങിയപ്പോ സജി ചെറിയാൻ ഇവിടെ ആയിരക്കണക്കിന് പുള്ളിക്ക് നീതി എല്ലാ വീട്ടിലും ചെല്ലാൻ പറ്റുമോ? അവര് ജനപ്രതിനിധികൾ, അവർ ചുമതലപ്പെട്ടവരിരുന്ന് കാര്യങ്ങൾ ക്രമീകരിച്ച് അതിന്റെ വേണ്ട ക്രമീകരണങ്ങൾ. അല്ല, പുള്ളി ഇപ്പൊ എല്ലാ വീട്ടിലും ചങ്ങാടമായിട്ട് കയറാൻ മാമ ഇങ്ങോട്ട്. അല്ല, അങ്ങനെ കടുപ്പിടുത്തൊന്നും പാടില്ല. ആട്ടെ, നിങ്ങൾ ചിന്തിക്കുക, പുള്ളി അങ്ങേരുടെ ആളാന്ന. അല്ല, അങ്ങനെയൊക്കെ ചിന്ത വരും. ഞാൻ ദൈവത്തിന്റെ പ്രതിപുരുഷനായിട്ട് നിൽക്കുന്നതാ. പിന്നെ ചില കാര്യങ്ങൾ ദൃഷ്ടിയിൽ പെടുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് തെറ്റൊന്നുമല്ല. അപ്പൊ എന്തായാലും പ്രതിജ്ഞ ചെയ്യുമല്ലോ. അതിനനുസരിച്ച് വേണം. ഈ ഞങ്ങൾക്ക് ഓർഡിനേഷൻ തരുന്ന സമയത്ത് ഇങ്ങനെ പ്രതിജ്ഞകളുണ്ട്. ഒന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല. അത് പറഞ്ഞാൽ നിങ്ങൾ അത് വെച്ച് ഞങ്ങളെ പിടിക്കുകയും അത് അറിയാനായിട്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഈ രാജാവിന് ധർമ്മമുണ്ട്, രാജധർമ്മം. ആ രാജധർമ്മം രാജാവ് അനുഷ്ഠിക്കണം. എന്തുവാ രാജധർമ്മം? ആവർത്തന പുസ്തകം 17-ാം അധ്യായത്തിന്റെ 14 മുതൽ താഴോട്ട് വായിച്ചേ. രാജധർമ്മം പെട്ടെന്ന് വായിക്കുക. 17-ന്റെ 14 മുതലാണ്ട് ഇടതുപക്ഷത്ത് ഒരു കണ്ണിക തുടങ്ങുന്നത് കണ്ടോ? നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് അവിടെ കുടിപാർക്ക. അപ്പോൾ ഒരു രാജാവിനെ നിന്റെ മേലാക്കുമെന്ന് പറയുമ്പോൾ
നിന്റെ ദൈവമായി യഹോവ തിരഞ്ഞെടുക്കുന്ന രാജാവിനെ ഇങ്ങോട്ട് നോക്കിയേ. ദൈവം തിരഞ്ഞെടുക്കുന്ന രാജാവ്. ദൈവം തെരഞ്ഞെടുക്കണം. ദൈവം തെരഞ്ഞെടുക്കാത്തവന്റെ ഗതി നിങ്ങൾക്ക് അറിയാം. എന്തുവാ? ഒന്ന് ചിന്തിച്ചു പറ. ദൈവം തെരഞ്ഞെടുക്കുന്നവനായിരിക്കണം രാജാവ്. ശൗലിനെ ദൈവം തെരഞ്ഞെടുത്തതാണ്. ദൈവം തെരഞ്ഞെടുത്തത്. ദൈവം തെരഞ്ഞെടുത്തതാ. ഞാൻ ദൈവം തെരഞ്ഞെടുക്കാത്ത രാജാവിന്റെ കാര്യമാ ചോദിച്ചത്. ആരാ? ശൗലിനെ ദൈവം തെരഞ്ഞെടുത്തതാ. അപ്പന്റെ കടുതകളെ തേടിപ്പോയി ശൗമേലിന്റെ അടുക്ക ചെന്ന് രാത്രി വിശ്രമിച്ച് രാവിലെ വൃത്തിനും പുള്ളിയും കൂടെ പോയപ്പം ശൗമേൽ പറഞ്ഞു, വൃത്തിനോട് മുമ്പേ പോകാൻ പറ, നീ അവിടെ നിൽക്ക്, എനിക്ക് ഇതിനോട് ദൈവത്തിന്റെ. അപ്പോൾ ശൗമേല് തൈലപാത്രം എടുത്ത് തൈലപാത്രത്തിലെ തൈലം ശൗലിന്റെ ശിരസിൽ 10-1 മുതൽ വായിച്ച്. ദൈവം തെരഞ്ഞെടുത്തല്ലോ. ഏത് 10? ഏത്? യഹോവ തന്റെ അവകാശത്തിന് പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. നീ ഇന്ന് എന്നെ പിരിഞ്ഞു പോകുമ്പോൾ ബെന്യാമിന്റെ അതിർങ്കിലെ വെച്ച് 2 ആളെ കാണും. ദൈവം തെരഞ്ഞെടുത്തതാ. ശമൂവേല് തൈലപാത്രത്തിലെ തൈലമെടുത്ത് ശൗലിന്റെ ശിരസിൽ ഒടിച്ചു പറഞ്ഞു, ദൈവം നിന്നെ തെരഞ്ഞെടുത്ത് പ്രഭുവായിട്ട് കണ്ടു. നീ ഇന്ന് എന്നെ പിരിഞ്ഞ് സൽസകൽ റാഗേലിന്റെ കല്ലറയ്ക്ക് ചെല്ലുമ്പോ 2 ആള് അന്ന് തെരഞ്ഞെടുത്തപ്പം പറഞ്ഞത്, പിന്നെ നീ അങ്ങോട്ട് പോകുമ്പം ആ കല്ലറയൊക്കെ ഒന്ന് നോക്കിയേക്കണം. വല്യമ്മച്ചിയുടെ റാഹേല് വല്യമ്മച്ചിയല്ലേ? വല്യമ്മച്ചിയുടെ അതിനാന്ന് ചോദിച്ചാൽ വല്യമ്മച്ചി അത്ര ക്ലിയർ ആകാഞ്ഞത് കൊണ്ടും പിടിവാശിയും താന്നിഷ്ടവും സൗന്ദര്യം ഉണ്ടെന്നുണ്ടെന്ന ഹുങ്കും പിന്നെ വളരെ വിദഗ്ധമായി അമ്മച്ചി കൊച്ചുണ്ണി പോലും ചെയ്യാത്ത കാര്യം അമ്മച്ചി. ഏത് കൊച്ചുണ്ണി? കായംകുളം ഇത്തിക്കരപ്പാക്കിയും വെള്ളായണി പരമും പനച്ചോന്നി വേലും ഒന്നും അമ്മാമ്മയുടെ റേച്ചലാൻഡിയുടെ മുന്നിൽ ഒന്നുമില്ല. എത്ര വിദഗ്ധമായിട്ടാ ഗൃഹബിംബം അടിച്ചു മാറ്റിയത്. എന്തുവാ രണ്ടുപേരുടെ വർത്താനം പറഞ്ഞു? എന്നാ ഒന്ന് ദൈവത്തിന് മഹത്വം. ഞാൻ മൈക്ക് തരും പ്രസംഗിക്കാൻ. അപ്പൊ ശ്രദ്ധിക്കുക, വളരെ വിദഗ്ധമായിട്ട് ഇത് അടിച്ചു മാറ്റി. യാക്കോബ് അറിഞ്ഞില്ല, പിള്ളേരും അറിഞ്ഞില്ല, ദാസിമാരും അറിഞ്ഞില്ല. എന്തൊരു കഴിവാന്ന് ഓർത്തോണം. പക്ഷേ പിതാക്കന്മാര് അടക്കപ്പെട്ടെടുത്ത് അമ്മാമയ്ക്ക് എത്താനൊത്തില്ല, വഴിയരികപ്പെട്ടു. എഫ്രാത്തിലെത്താൻ അല്പത് കൂടെ ഉള്ളപ്പം അവിടെ അടക്കി. ശൗലിനോട് പറയാൻ കാര്യം, കല്ലറ കണ്ടോണം, നിന്നെ തെരഞ്ഞെടുത്തിരിക്കുക രാജാവായി, അർഹതയില്ലാത്ത സ്ഥാനത്ത് നിന്നെ കൊണ്ടുവന്നിരിക്കുക. പക്ഷെ നീ പ്രമാണത്തിൽ നിന്നില്ലെങ്കിൽ വല്യമ്മച്ചിയുടെ ഗതി വരും. അങ്ങ് ചെല്ലുകയെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. നാളിതുവരെ നീ ഓടി അധ്വാനിച്ചനു നഷ്ടമായി പോയിടല്ലേ വീടോടടുത്തു. നാളിതുവരെ നീ ഓടി അധ്വാനിച്ചതും നഷ്ടമായി പോയിടല്ലേ വീടോടടുത്തു. നിത്യ വീട്ടിലെത്താനീ അല്പദൂരം മാത്രമേയു. നിത്യ വീട്ടിലെത്താൻ അല്പദൂരം മാത്രമേയുള്ളൂ. അസമയം പാഴാകാതെ യാത്ര തുടരാ. അസമയം പാഴാകാതെ യാത്ര തുടരാ. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി അവൻ വിടുകില്ലെന്നരുളിയ
കരുണാനിധേ എൻ കാരം പിടിച്ചാനോ ദിനം മരുഭൂമിൽ നടത്താമെന്നുരച്ചവനൊരു നാളും മറക്കൂകില്ല എൻ കാരം പിടിച്ചാനോ ദിനം മരുഭൂമിൽ നടത്താമെന്നുരച്ചവനൊരു നാളും മറക്കൂകില്ല. അപ്പൊ ശ്രദ്ധിക്കുക, ശൗമാല് പറയുക, നീ നിന്നെ പിരിഞ്ഞ സൽസകൽ റാഗലിന്റെ കല്ലറ് കണ്ടാണ് കാണും. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ. അപ്പം ശൗലിനെ ദൈവം തിരഞ്ഞെടുത്തതാ. ഇവിടെ ആവർത്തനം 17:14 മുതൽ പറയും, ഞാൻ തിരഞ്ഞെടുക്കുന്ന. അങ്ങനെ ദൈവം തിരഞ്ഞെടുക്കണം. അപ്പൊ ദൈവം തെരഞ്ഞെടുത്ത രാജാവ് ഉണ്ട്, ദൈവം തെരഞ്ഞെടുക്കാത്ത രാജാവ് ഏറാനായാന്നും ചോദിച്ചേ. ഉറക്കെ പറ. അബ്ശാലോം ദൈവം തെരഞ്ഞെടുത്തു കൊണ്ടാണ്. പിന്നെ ആര് തെരഞ്ഞെടുത്തതാ? ഒന്നുമല്ല. നിങ്ങളാണ്ട് ആ 4:10 തോന്നുന്നു. 4:10 ശമൂവേലിന്റെ 2-ാം പുസ്തകം 3:10 വായിച്ചു. സാറേ എനിക്ക് തെറ്റിയതാ. 19:10 വായിച്ചു. ശമൂവേലിന്റെ 2-ാം പുസ്തകം 19:10. എനിക്ക് ഇപ്പൊ മറവിയാ. അത് തന്നെ. നമുക്ക് രാജാവായി നാം അഭിഷേകം ചെയ്തിരുന്ന അതാ, നമുക്ക് രാജാവായി നാം അഭിഷേകം ചെയ്തു. ദൈവം തിരഞ്ഞെടുത്തതല്ല. നമ്മളെല്ലാം കൂടെ കമ്മിറ്റി കൂടി, നമ്മളെല്ലാം കൂടെ കൗൺസിൽ കൂടി, നമ്മളെല്ലാം കൂടെ ഇലക്ഷൻ നടത്തി. ഞാൻ പറയുന്ന കാര്യം എല്ലാവർക്കും പിടികിട്ടിയില്ലെങ്കിലും സാറിന് പിടികിട്ടുമല്ലോ. നമ്മളെല്ലാം കൂടെ വണ്ടിയിൽ ഇങ്ങനെ കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ എല്ലാവരും ചെന്ന് ചാക്കിട്ട്, സോപ്പിട്ട്, സൂപ്പിട്ട് നമുക്ക് രാജാവായി നമ്മളെല്ലാം കൂടെ കൂടി അഭിഷേകം ചെയ്തു. നമ്മളെല്ലാം കൂടെ കൂടി അഭിഷേകം ചെയ്ത പുള്ളിയാണ് ഇപ്പൊ കിടന്ന് പ്രൈസാന്റെ പരിശോധന നടത്തുക. തൂങ്ങി കിടന്ന് മുടിയെല്ലാം കൂടെ കരുവേലകത്തിൽ മുഴുവൻ കുരുങ്ങി. കാരണം പുള്ളി കുരുക്കുണ്ടാക്കി അധികാരത്തിൽ കയറിയത്. ഞാൻ എന്നോട് കൂടെ പറയുക, സൂത്രം ഒപ്പിച്ച്, കുരുക്കൊപ്പിച്ച്, തന്ത്രം ഒപ്പിച്ച്, കുതികാല് വെട്ടി, കോതുകാല് വെച്ച്, അടവുകൾ പ്രയോഗിച്ച് അധികാരത്തിൽ കയറിയ കുരുങ്ങും. ഞാൻ എന്നോടും കൂടെ ദൂത് പറയുന്ന കേട്ടോ. തന്ത്രങ്ങൾ മെനഞ്ഞ് സൂപ്രണ്ട് ആകാൻ, ഓവർസിയർ ആകാൻ, പ്രസിഡന്റ് ആകാൻ, കമ്മിറ്റി കയറാൻ, കൗൺസിലിൽ കയറാൻ, സെക്രട്ടറി ആകാൻ. ഞാൻ ഒരാളെ ഒന്നും ഉന്നം വെച്ച് പറയില്ല, പൊതുവിലെന്ന് പറയുക. ഒരാൾ പറഞ്ഞ പുള്ളി കാശ് വീശുകയാണ്. ഇപ്പൊ നിങ്ങൾ പറയും, ദൈവമേ പുള്ളി റൂട്ട് മാറിപ്പോകുന്നു. ഇതൊക്കെ ഇവിടെയും പറയണം. സൂത്രത്തിൽ ഒന്നും നേടരുത്, തന്ത്രത്തിൽ ഒന്നും നേടരുത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചതിച്ചൊന്നും നേടരുത്. നമ്മുടെ കൈ വെടിപ്പായിരിക്കണം. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും. കൈ മലർത്തുമ്പോൾ ഇതിനകത്ത് അകൃത്യമൊന്നും കാണരുത്. ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഇതിനകത്ത് അകൃത്യമൊന്നും കാണരുത്. കൈ വെടിപ്പായിരിക്കണം, ഹൃദയം നിർമ്മലമായിരിക്കണം. ദൈവത്തിന് മനസാക്ഷി കുറ്റം വിധിക്കരുത്. ദൈവത്തിന് മഹത്വം. നമുക്ക് രാജാവായി നാം അഭിഷേകം. അങ്ങനെയാണോ അഭിഷേകം ചെയ്യണ്ടേ? ശൗമേലിനോട് ദൈവം പറഞ്ഞു, നീ തൈലക്കൊമ്പിൽ തൈലം നിറച്ച് ഇഷായിയുടെ വീട്ടിലോട്ട് പോകാൻ. അങ്ങനെ പോകണ്ടേ?
അംശാലോമിനെ അഭിഷേകം ചെയ്തപ്പോ ആരോടാ ദൈവം പറഞ്ഞേ തൈലൊപ്പം തൈലം നിറയ്ക്ക്? ഈ സൂത്രം എല്ലാം കൂടെ കാണിച്ച് ഒരു സുപ്രഭാതത്തിൽ രാജാവായി. ഇപ്പൊ താണ്ട തൂങ്ങി കിടന്ന് നമ്മൾ ചോദിച്ചു തന്നെ പുതിയ ശുശ്രൂഷയാണ്. അധിക നാളില്ലായിരുന്നു ഈ ശുശ്രൂഷ. മുടി കരുവേലകത്തിൽ കുരുങ്ങി കീഴെയുള്ള ഗോവർക്കെടുത ഓടി. കഴുത ഓർത്ത് ഇത്രയും നാളെ ഇയാൾ എന്നെ പുറത്തിരിക്കുക, അവൻ കിടന്ന് ആടട്ടെന്ന് പറഞ്ഞ കഴുത പോലും ഇവനോട്. നീ പ്രമാണം വിട്ട് സൂത്രം കാണിച്ചാൽ നിന്റെ കഴുതയ്ക്ക് പോലും നിന്നോട്. സാധാരണ ആൾക്കാർ കഴുത എന്ന് പറയുന്നത് അതുപോലെ ബുദ്ധിയില്ലാത്തത്. ആ കഴുത പോലും ഇവനെ ഇട്ടേച്ച് ഒരുത്തന്റെ ഗതികേട് നോയിക്കേ. ദൈവത്തിന് മഹത്വം. എന്നാൽ അവിടുന്ന് തക്ക സമയത്ത് ഉയർത്തുവാൻ അവിടുത്തെ ബലമുള്ള ഭുജത്തിന്റെ ഇടി താണിരിക്കെ. സമയമാകുമ്പോൾ ദൈവം നിന്നെ ഉയർത്തും. സമയമാകുമ്പോൾ ദൈവം നിന്നെ മാനിക്കും. സമയമാകുമ്പോൾ ദൈവം നിന്നെ ആദരിക്കും. സമയത്ത് ദൈവം നിന്നെ മാനിക്കുമല്ല. ദൈവം വിശ്വസ്തനാ, ദൈവം വിശ്വസ്തനാ. അനുഭവിക്കുന്നവർ, വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കും. ദൈവത്തിന് മഹത്വം. ദൈവം വിശ്വസ്തൻ. ദൈവം നിന്നെ ഉയർത്തും. ദൈവം നിന്നെ മാനിക്കും. സൂത്രവും തന്ത്രവും ഒന്നും കാണിച്ച് ഒന്നും നേടണ്ട. ദൈവത്തിന്റെ ഹിതത്തിനെ ഏൽപ്പിക്ക്. ദൈവത്തിന്റെ ആലോചനയ്ക്ക് ഏൽപ്പിക്ക്. ദൈവത്തിന്റെ അരുളപ്പാടിനെ ഏൽപ്പിക്ക്. ദൈവത്തിന്റെ ആലോചനയ്ക്ക് ഏൽപ്പിക്ക്. ദൈവം നിന്നെ മാനിക്കും. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കുപ്പയിൽ നിന്നും ഉയർത്ത് നീ ശ്രേഷ്ഠരാമരാർ. കുപ്പയിൽ നിന്നും ഉയർത്തി നീ ശ്രേഷ്ഠരാമരാർ. ഒപ്പം